കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലെ 2ാം നിലയിൽ നിന്ന് രോഗിയുടെ കൂട്ടിരിപ്പുകാരന് തെരുവ് നായയുടെ കടിയേറ്റ സംഭവം കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. ആശുപത്രിയിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഉൾപ്പെടെ തെരുവ് നായ വിലസുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ന്യൂസ് 18 ലഭിച്ചത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ നിന്നും തെരുനായയുടെ ആക്രമണത്തിനിരയായ അബിനും അവരുടെ അമ്മയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അബിൻ, എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ദിവസം സംഭവിച്ചത്? അന്നത്തെ സംഭവിച്ചെന്ന് എൻ്റെ അങ്കിളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന് അപ്പോൾ ലാബിലേക്ക് റിപ്പോർട്ട് മേടിക്കാൻ പോകുന്ന വഴിക്ക് തന്നെ ബാക്കിലെ നായ വന്നുകൊണ്ടുണ്ടായി. അപ്പോൾ നായ വരുന്ന ടൈമിൽ ബാക്കിൽ ഇങ്ങനെ വന്നുകൊടുക്കുമ്പോൾ കടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ കൈ വലിച്ചു. അപ്പോൾ ഇങ്ങനെ ചെറിയ കടി കൊണ്ടാണ് കൈ. എന്നിട്ട് നേരെ ലാബിലേക്ക് റിപ്പോർട്ട് മേടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങനെ പട്ടിയുണ്ട് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കൈ വാഷാക്കിയിട്ട് പോകുമ്പോൾ ചെറിയ പാട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നേരെ OP എടുത്തിട്ട് ഡോക്ടറിനെ കാണിക്കുമെന്ന് പറഞ്ഞു. നമ്മോടൊപ്പം അബിൻ്റെ അമ്മ സോണിയ കൂടി ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടന്ന് ആശുപത്രിയിൽ ഇങ്ങനെ ഒരു നേരത്തെയും പോയതല്ല ആശുപത്രിയിൽ, ഇങ്ങനെ തെരുവുനായുടെ ഒരു ശല്യം ഇവിടെ ഉണ്ടാവാറ്? ശല്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അന്നേരം ആക്രമിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കസരയുടെ അടിയിലൊക്കെ കിടക്കുമായിരുന്നു. മറ്റേ ഈ നമ്മുടെ OP എടുക്കുന്ന അവിടെ ഇല്ലേ, കസരേൻ്റെ അടിയിലൊക്കെ അധികം ഞാൻ കണ്ടിട്ടുണ്ട്. നായനെ അവിടെ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, വയസ്സായവരൊക്കെ. ഇപ്പം ഇവൻ്റെ സ്ഥാനത്ത് ഒരു വയസ്സായ ഒരാളാണെങ്കിൽ അവർക്ക് ഓടാൻ പോലും പറ്റത്തില്ല, കടിച്ചു പറിക്കൂലേ. ഇപ്പം ഇവർക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഇവർ തട്ടിയിട്ട് മാറ്റി. കൊച്ചു കുട്ടികളായാലും അങ്ങനെ തന്നെയല്ലേ അവസ്ഥ ഉണ്ടാവുക. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ നമുക്ക് ആ ഒരു ഉണ്ടാവില്ലേ, ഒരു സങ്കടം ഉണ്ടാവില്ലേ. ഞാൻ ആദ്യമേ ഇങ്ങനെ അവരോട് പറഞ്ഞ് പിന്നെ ഇവിടുത്തെ നായ കടിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇവിടുത്തെ നായോ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ നായല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമ്മളോട് ഒരു ഇതിൽ പെരുമാറി. പിന്നെ കുഴപ്പമില്ല, അവർ തന്നെയാണ് ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നതും ഡോക്ടറെ വിളിച്ചതല്ല അവർ തന്നെയായിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ടിട്ടുണ്ട്. ഈ സമയത്തിൽ സൂപ്രണ്ടോടും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി അധികൃതരോടും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച അന്വേഷണത്തിനും ഉത്തരവിട്ടത്. എന്തായാലും ഈ ഒരു തെരുവുനായയുടെ ശല്യം അത് ആശുപത്രിയിലകത്ത് തന്നെ, പ്രത്യേകിച്ച് 2ാം നിലയിലൊക്കെ ഇങ്ങനെ വരുന്നതിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ, അതായത് കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ തെരുവുനായയുടെ ശല്യമുണ്ട്. അത് ഇപ്പോൾ ആശുപത്രിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ ചികിത്സിക്കേണ്ട 100 കണക്കിന് ആളുകൾ മലയോര മേഖലകളിൽ നിന്നുൾപ്പെടെ ആശ്രയിക്കേണ്ട ആശുപത്രിയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ ചികിത്സിക്കേണ്ട ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ പോലും സുരക്ഷിതമില്ലാതെ ഇങ്ങനെ എത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ICUവിലായാലും അത്തരത്തിൽ അതീവ സുരക്ഷാ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തെരുവുനായയുടെ യഥേഷ്ടം വിലസുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.